ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് പെസഹായും ദുഃഖവെള്ളിയും കൂടെ ചേർന്നൊരു കുട്ടി വ്ലോഗാണ്. പെസഹായൊക്കെ ആയിട്ട് രാവിലെ ആർക്കും ജോലിക്കൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഓരോ കട്ടൻ ചായയൊക്കെ കുടിച്ച് മുറ്റത്ത് കുറച്ച് സമയം നിൽക്കാനുള്ള ടൈമൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും പാലപ്പത്തിനുള്ള മാവൊക്കെ ദൈവയുടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. രാവിലെ തന്നെ അമ്മ നല്ല തേങ്ങയൊക്കെ അരച്ച് വെച്ച കടലക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ നേരെ പാലപ്പം ചൂടാനായിട്ട് നിന്നേ. നീ അങ്ങനെ വോയിസ് കവർ കൊടുക്കണ്ട എന്ന മട്ടിലാണ് ഈ വീഡിയോയിൽ ഒരു കുയിൽ നല്ല രീതിക്ക് കൂവുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. പാലപ്പവും കടലക്കറിയും കട്ടൻ ചായയൊക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞേ. പിന്നെ ദേ ഉച്ചക്കത്തേക്കുള്ള പണിയിലായിരുന്നേ. ഉച്ചയ്ക്ക് പെസഹായ്ക്ക് എല്ലാ വീട്ടിലും ഉള്ളിക്കറിയും പപ്പടവും അച്ചാറും പിന്നെ ഒരു മാങ്ങാക്കറിയൊക്കെ ആയിരിക്കുമല്ലേ. ഞാൻ ദേ അച്ചാറിടാനുള്ള മാങ്ങയൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ. 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ പെസഹ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ഉള്ളിക്കറിയും പപ്പടവും മാങ്ങാച്ചാറും ഒക്കെ ആയിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളിതേ പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണേ. നമുക്കാണെങ്കിൽ പെസഹ കുർബാന കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയ്ക്ക് ഞങ്ങളൊന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ. അതൊന്നും വീഡിയോയിൽ എടുത്തില്ല. അപ്പോൾ അതേ ചേട്ടയാണെങ്കിൽ കണ്ണാടിയൊക്കെ വെച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, കല്യാണത്തിനാണോ പള്ളിയിലാണോ പോകുന്നതെന്നേ. വീട്ടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇത് കണ്ണീന്നൂരി നെഞ്ചത്ത് വെക്കാറാണ് പതിവ്. അങ്ങനെ 2 പേര് റെഡിയായി പള്ളി വന്നപ്പോഴത്തേക്കും കുരിശാരാധനയൊക്കെ കഴിഞ്ഞിട്ട് തിരുവോസ്തി ആരാധനാ മുറിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നേ. നമ്മുടെ വീട് ചുറ്റപ്പെട്ട് ഒരുപാട് പള്ളികളുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസം വരുമ്പോഴത്തേക്കും ഏത് പള്ളിയിലേക്ക് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ലേ. കാര്യം എല്ലാ പള്ളികളിലും ഒരേപോലെ പരിപാടി നടക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതേ പെസഹായുടെ തലേന്ന് നമ്മൾ പൂങ്കാവള്ളിയിൽ തന്നെയാണ് വന്നത്. പള്ളിയുടെ മുൻവശത്തേക്ക് വന്നപ്പം വിളക്കിടലിനുള്ള ഉദ്ഘാടനമൊക്കെ നടക്കുമായിരുന്നേ. പിന്നെ ദേ പള്ളിയുടെ അൾത്താരയുടെ മുന്നിലായിട്ട് ഈശോയുടെ രൂപം കിടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി ഇടിയൊന്നും കൂടാതെ നേരെ ചേക്കിയിട്ട് പുറത്തേക്ക് വന്നേ. പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ പെസഹ മുറിക്കാനായിട്ട് നിന്നേ. പെസഹ പാലും കുരിശപ്പവും പച്ചറൊട്ടിയൊക്കെ ആയിട്ട് ഇത്തവണ വീട്ടിൽ കുരിശപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അതിൻ്റേതായ സന്തോഷം ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം ഉണ്ടായിരുന്നേ. അതിന് ഏറ്റവും വലിയ കാരണം എൻ്റെ അപ്പാടെ ഹെൽത്ത് ഇഷ്യൂ തന്നെയാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ അപ്പാടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. എല്ലാ കൊല്ലത്തെയും പോലെ പെസഹയൊക്കെ മുറിച്ച് വലുതി തുടങ്ങി ചെറുത് വരെയുള്ള ആൾക്കാർക്ക് അപ്പ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 2 വർഷം അമ്മ നാട്ടിലില്ലാത്തത് കൊണ്ട് പെസഹ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയായിരുന്നേ. ഇത്തവണ അമ്മയാണ് എല്ലാം ചെയ്തത്. അങ്ങനെ പെസഹ മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അപ്പവും പാലും കൂടെ അമ്മ എടുത്തു തന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ആയിട്ട് അവിടെയും കൂടെ കൊണ്ട് പെസഹയൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നായിരുന്നേ. പെസഹ ദിവസം ഇങ്ങനെയൊക്കെയാണ് പോയത്. അങ്ങനെ പിറ്റേന്ന് ദുഃഖവെള്ളിയാഴ്ച ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കറുപ്പും ഒക്കെ ഇട്ട് ഞങ്ങൾ നേരെ പൂങ്കാവ് പള്ളിയിലേക്ക് പോവുകയാണേ. എന്തിനാന്നല്ലേ, നേർച്ചക്കഞ്ഞി കുടിക്കണ്ടേ. ഇന്ന് എല്ലാവരും കഞ്ഞി കുടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അതേ നേർച്ചയൊക്കെ എടുത്തു വയ്ക്കുന്ന ആൾക്കാർ രാവിലെ മുതലേ ഉണ്ട് ഇവിടെ. പാഴ്ചോളിൻ്റെ അകത്തേക്ക് വന്നപ്പോഴത്തേക്കും നിന്ന് തിരിയാൻ സ്ഥലമില്ലേ. ഒരു വിധത്തിൽ നല്ല കഞ്ഞിയും അച്ചാറും ഒക്കെ കിട്ടി. കുറച്ച് സ്ഥലം കിട്ടിയ ഗ്യാപ്പിൽ അവിടെ ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അപ്പായ്ക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കഞ്ഞി അച്ചാറും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് സംഭാരവും പിന്നെ രസന വെള്ളത്തിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടതും കൊടുക്കുന്നുണ്ട്. നമ്മളതേ സംഭാരം വാങ്ങിച്ച് കുടിച്ചിട്ട് വീട്ടിലേക്ക് 2ഉം ഓരോ കുപ്പി വാങ്ങിക്കുകയും കൂടെ ചെയ്തേ. പിന്നെ വീണ്ടും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റെഡി ആയിട്ട് നമ്മൾ പൂങ്കാവ് പള്ളിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കുറച്ച് സമയം കിടന്ന് ഉറങ്ങിപ്പോയപ്പോൾ പൂങ്കാവ് പള്ളിയിലെ നഗരി കാണിക്കൽ കാണാൻ പറ്റിയില്ലേ. ഈശോയുടെ ഒരു മുല്ലപ്പൂ പന്തലേക്ക് എടുത്തിട്ട് നേർച്ചയിടാനുള്ള തിരക്കാണ് അവിടെ. ഞങ്ങൾ നേരെ പള്ളിക്കകത്തേക്ക് പോയി കുരിശുരൂപൊക്കെ തൊട്ടുമുത്തി പ്രാർത്ഥിച്ച് നേരെ നമ്മൾ കാട്ടൂർ പള്ളിയിലേക്ക് വന്നേ. ഇവിടെയാണെങ്കിൽ നമ്മൾ വന്നപ്പോൾ കുരിശിൻ്റെ വഴി നടക്കുമായിരുന്നു. രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ നഗരി കാണിക്കലേ. നഗരി കാണിക്കലിൽ കുരിശടി ചുറ്റി ഈശോയുടെ രൂപം പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ഉരുളി നിറച്ചയ്ക്കും നിരങ്ങാനും ഒക്കെ ഉള്ളവർ അതിൻ്റെ പിന്നാലെ ഉരുണ്ടും നിരങ്ങിയൊക്കെ പള്ളിയിലേക്ക് കയറുന്നത്. ഇത്തവണ പള്ളിക്കകത്ത് പണി നടക്കുന്നത് കൊണ്ട് പുറത്ത് പന്തലിലായിരുന്നു ഈശോയുടെ രൂപം വെച്ചിരുന്നത്. ചേട്ടായതേ ഉരുളി നേർച്ചയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ഉടുപ്പൊക്കെ അടിയിലിട്ടിട്ടായിരുന്നേ വന്നത്. പിന്നെ കുറച്ച് സമയം പള്ളിയുടെ അവിടേക്ക് ഇരുന്നിട്ട് നമ്മൾ നേരെ വരുന്ന വഴിക്കൊരു ബേക്കറി കയറിയ കാര്യം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 2 പേരും ഓരോ സോഡാ സർബത്തൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ വന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നല്ല കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിച്ചിട്ട് നേരെ ഉറങ്ങാൻ പോവുകയാണ്. അപ്പം നമ്മളുടെ ഒരു ദുഃഖവെള്ളി ദിവസവും ഇങ്ങനെയൊക്കെയാണ് കടന്നു പോയത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ അത്രയൊക്കെയുള്ളേ. ടാറ്റാ.